ഒരു സിനിമയുടെ ഒരു വിജയത്തിന് സിനിമയെ വളർത്താനും തളർത്താനും എത്രമാത്രം സഹായിക്കുന്നുണ്ട്? വിർച്വൽ ആയിട്ടുള്ള ഒരു വാളാണ് നൽകുന്നത്. അതായത് നമ്മളൊരു പോസ്റ്റർ 1000 പോസ്റ്റ് ഒട്ടിക്കുന്ന പോലെ തന്നെ ശക്തമാണ് ഫേസ്ബുക്കിലെ ഒരു പോസ്റ്റർ എന്ന് പറയുന്നത്. അതിന് ആയിരക്കണക്കിന് പേര് നിമിഷാർത്ഥം കൊണ്ട് അതിനെ ഷെയർ ചെയ്യുകയും അതിനെ സ്പ്രെഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിനൊരു 2 സൈഡ്സ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഇതിന്റെ ഒരു ഫ്ലിപ്പ് സൈഡ്, അതിലത്തെ ഒരു വീക്ക് സൈഡ് എന്ന് പറയുന്നത് എല്ലാവരും മൂവി റിവ്യൂവേഴ്സ് ആണെന്നുള്ളത്. എന്ന് പറഞ്ഞാൽ സിനിമയെ അത്ര ഗൗരവമായി കാണാതെയും പുതിയ സാധനങ്ങളെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാതിരിക്കുന്ന ചില സാധാരണ ഒരു അൺഇനിഷ്യേറ്റഡ് ആയിട്ടുള്ള ഒരു ഓഡിയൻസും ആദ്യമേ കയറി അവരുടെ അഭിപ്രായം പറയാനുള്ള ഒരു ശ്രമമല്ല ഇവിടെ നടത്തുന്നത്. അഭിപ്രായം പറയാനുള്ള ശ്രമം ഒന്ന്, സ്പ്രെഡ് ചെയ്യുന്ന ശ്രമം വേറെ. അപ്പൊ റൂമർ പോലെയും കൂടെ വരുന്നത്. അപ്പൊ റൂമർ കാറ്റിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന കാര്യമായതുകൊണ്ട് അത് ഇപ്പൊ റൂമറിന്റെ ഏറ്റവും കൂടുതൽ സ്പ്രെഡ് ചെയ്യുന്ന സ്ഥലമാണ് ഈ ഫേസ്ബുക്ക് പോലത്തെ സാധനം. അതേസമയം ഫേസ്ബുക്ക് ഇപ്പൊ ഈ അടുത്ത കാലത്ത് പോലുള്ള ചിത്രങ്ങൾ ഏറ്റവും കൂടുതൽ അതൊരു ടോട്ടൽ യുനാനിമസ് ഒപ്പീനിയൻ ഉള്ള സിനിമ ആയതുകൊണ്ട് അതിന് ഫേസ്ബുക്ക് ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട്, ഫേസ്ബുക്ക് സഹായിച്ചിട്ടുണ്ട്. പക്ഷെ അതുപോലെ തന്നെ ചില സിനിമകളിൽ അതിന്റെ ഒരു നെഗറ്റീവ് സൈഡ്സും കാണുന്നുണ്ട്. അപ്പൊ ഇതൊരു ഡബിൾ എഡ്ജ് സോഡാണ്, ഇരട്ട തന്നെയുള്ള ഒരു വാളാണ് ഫേസ്ബുക്ക് എന്നത്. അപ്പൊ ഒരു ബ്ലോഗ് എഴുതുന്നുണ്ട്, വാൻഗാർഡ് VGN ബ്ലോഗ്. ഈ ഒരു ബ്ലോഗ് ഒരു ജേർണലിസ്റ്റ് ഇത്തരം അതിലെ പോസ്റ്റിംഗ് അങ്ങനത്തെയാണ്, സമൂഹത്തിലെ പല കാര്യങ്ങളോട് പ്രതികരിക്കുന്ന രീതിയിലാണ്. അപ്പൊ ഇത്തരത്തിലൊരു ബ്ലോഗ് എന്ന് പറഞ്ഞാൽ അത്തരം കാര്യങ്ങളോട് പ്രതികരിക്കാൻ വേണ്ടിയുള്ള ഒരു വേദി അങ്ങനെ കരുതിയിട്ടാണോ ആ ബ്ലോഗ് എഴുതുന്നതും? അല്ല, എന്റെ ബ്ലോഗ് എന്ന് പറയുന്നത് ഞാൻ എഴുതിയിട്ടുള്ള ഞാൻ കൂടുതലും ഈ എന്റർടൈൻമെന്റ് ആർട്ടിക്കിൾസ് ആണ് എഴുതുന്നത്. അതും വളരെ ഇൻസ്പയർ ആയിട്ടുള്ള മൊമെന്റ്സിൽ എഴുതുന്ന ചില പീസസ് മാത്രമാണ് വാൻഗാർഡ് VGN കൊടുക്കുന്നത്. ആ ബ്ലോഗ് വളരെ അതൊരു ഒപ്പീനിയനാണ്. ആ ബ്ലോഗ് എന്ന് പറയുന്നൊരു ഒപ്പീനിയനാണ്. അതിനെ ഞാൻ സ്പ്രെഡ് ചെയ്യാൻ നോക്കാറില്ല. ആ ബ്ലോഗിൽ വരുന്നവർക്ക് വായിക്കാം, അത്രേ ഉള്ളൂ. ഇപ്പോ നമ്മൾ ഈ അടുത്ത കാലത്ത് സിനിമയിലേക്ക് വരുന്ന സമയത്ത് സിനിമ നേരിട്ട ഇത്ര നിരൂപകരെ വരെ പ്രശംസ പിടിച്ചു പറ്റിയെന്ന് പറയുമ്പോഴും അതിന്റെ കൂട്ടത്തിൽ നേരിട്ടൊരു വിമർശനം എന്ന് പറഞ്ഞു. ഒന്നാമത്തെ RSS ചായവുള്ള ചില സീനുകളുണ്ട് എന്നുള്ളൊരു വിമർശനം. രണ്ടാമത്തെ സ്ത്രീ സെൻട്രിക് സിനിമയാണ് എങ്കിൽ പോലും സ്ത്രീ വിരുദ്ധത ഏറ്റവും അവസാനത്തെ സിനിമ ഒരു സൗഹൃദം പോലും സ്ത്രീകൾക്കിടയിൽ ഒരു ബ്ലാക്ക് മെയിലിലൂടെയാണ് പോകുന്നത്. അപ്പൊ ഈ 2 ഇതാണ് വിമർശനം വന്നിട്ടുള്ള ഈ സിനിമയെ കുറിച്ച്. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ ഒരു വിമർശനം വരുന്ന സമയത്ത് തിരക്കഥാകൃത്തിന് മറുപടി പറയാനുണ്ടായിരിക്കും. അതായത് തിരുവനന്തപുരം നഗരത്തിനെ കേന്ദ്രീകരിച്ചുള്ള ഒരു സിനിമയാണ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു കഥ അല്ലെങ്കിൽ കഥ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ജോഗ്രഫിക്കൽ ബാക്ക്ഗ്രൗണ്ട് ട്രിവാൻഡ്രമാണ്. അപ്പോൾ ഒരു തിരക്കഥാകൃത്ത് എന്നുള്ള നിലയിലോ ഒരു ചരിത്രകാരൻ എന്നുള്ള നിലയിലോ അതിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഞാൻ സംസാരിക്കുകയാണ്. നമ്മള് കാണുന്ന കാഴ്ചകൾ കാണുന്ന കാഴ്ചകളുടെ കാണാപ്പുറങ്ങൾ ഇത് ആളുകളിൽ എത്തിക്കുക എന്നുള്ളൊരു ഡ്യൂട്ടി കൂടി ഒരു തിരക്കഥാകൃത്ത് എന്നുള്ള നിലയിൽ എനിക്കുണ്ട്. RSS എന്ന് പറയുന്നത് അഗ്രഹാരങ്ങളിൽ അത് കാണിക്കുന്നുണ്ട്. അഗ്രഹാരങ്ങളുടെ സൈറ്റിൽ കാണുന്ന ഒരു സ്ഥിരം പ്രസൻസ് ആണ് RSS ക്യാമ്പ്സ് എന്ന് പറയുന്നത്. കൂട്ടത്തിൽ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് മുരളിക്ക് ഒരു RSS ചായവുണ്ട് എന്നുകൂടെയാണ് പറയപ്പെടുന്നത് ഈ ഒരു വിമർശനം വരുന്നതിന്റെ കൂട്ടത്തില്. അത് ഞാനതിന് ഉത്തരം പറയേണ്ട കാര്യമില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇനിയുള്ള എനിക്ക് സിനിമകൾ വരാൻ പോകുന്നുണ്ട്. ആ സിനിമകളിൽ അതിന്റെ പൊളിറ്റിക്സ് എന്താണെന്ന് വെച്ചാൽ ദൈവാധീനം ഉണ്ടെങ്കിൽ കാണിച്ചു കൊടുക്കാൻ പറ്റും. അപ്പൊ RSS പ്രസൻസ് ഈ അഗ്രഹാരങ്ങളുടെ അടുത്ത് കാണുന്ന ഒരു കാഴ്ചയാണ്. ഒറ്റ സിനിമയിലും ഇത്രയും കാലമായിട്ടുള്ള ഒരു സിനിമയിലും ആ പ്രസൻസിനെ നമ്മൾ കാണിക്കുക. അതൊരു വിഷ്വലാണ്. കേരളത്തിലുള്ള ഒരാളിന് പോലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. അതൊരു വിഷ്വലാണ്. ആ വിഷ്വലിനെ കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഞാൻ പറയുന്നത് എന്റെ അഭിപ്രായം ഒരു സിനിമ കാണാൻ പോകുമ്പോൾ നമ്മൾ വളരെ പ്യൂർ ആയിരിക്കണം. യു ഷുഡ് ബി ആസ് പ്യൂർ ആസ് എ ചൈൽഡ്. ഒരു കുഞ്ഞിന്റെ പ്യൂരിറ്റിയോട് കൂടി വേണം ഒരു സിനിമ. നമ്മുടെ താത്വികമായ സാധനങ്ങളൊക്കെ എടുത്ത് വെടി വെച്ചിട്ട് അത് പോയി കാണുക. വാട്ട് ദേ ആർ ഗോയിങ് ടു സേ, ഹിയർ ഇറ്റ് ഫോർ വാട്ട് ഇറ്റ് ഈസ്, ആൻഡ് ഇഫ് യു ലൈക്ക് ഇറ്റ് ഓക്കെ, ഇഫ് യു ഡോണ്ട് ലൈക്ക് ഇറ്റ് ഓക്കെ, പെർഫെക്റ്റ്. ഇതിനകത്ത് പള്ളിച്ചുവരെടുത്ത് കാണിക്കുന്നുണ്ട്, തിരുരൂപത്തിനെ കാണിക്കുന്നുണ്ട്. ഇതിന്റെ മെയിൻ ക്യാരക്ടർ ഇന്ദ്രജിത്ത് അവതരിപ്പിച്ച ക്യാരക്ടർ ചുവരെടുത്ത് വായിച്ചിട്ടാണ് അവന് ബലം വരുന്നത്. അപ്പോൾ ഒരു RSS ചായ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു രീതിയിൽ കാണുന്നത് മാത്രമാണ്. പിന്നെ സ്ത്രീവിരുദ്ധമാണ് അവസാനത്തെ സീൻ എന്ന് പറയുന്നത്. ഇതിൽ 3 സ്ത്രീകളുണ്ട്. ഒന്ന് മാധുരി എന്ന് പറയുന്ന തനുശ്രീ ഘോഷ് അഭിനയിച്ച ക്യാരക്ടർ, പിന്നെ ലെനയുടെ ക്യാരക്ടർ ഉണ്ട്, രൂപ എന്ന് പറഞ്ഞിട്ട്, പിന്നെ മൈഥിലിയുടെ ക്യാരക്ടർ. മൈഥിലിയുടെ ക്യാരക്ടർ സ്ത്രീകളുടെ ഏറ്റവും പവർഫുൾ ഫോമിലാണ് കാണിക്കുന്നത്.
സ്ത്രീകളിൽ തന്നെ രണ്ടും പലതരം ക്യാരക്ടർ ഉള്ളവരുണ്ട്. അപ്പൊ ഒരു സ്ത്രീ എന്ന് പറഞ്ഞിട്ടല്ല ഒരു സാധനം നമ്മൾ കാണേണ്ടത്. സ്ത്രീകളിൽ പലതരം ആൾക്കാരുണ്ട്. ഇപ്പൊ വിഷ്ണു എന്ന ക്യാരക്ടർ പുരുഷന്മാർക്ക് കാണിക്കുന്നത് വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു ആണ്, വളരെ പ്ലെയിൻ, വളരെ പ്യുവർ ഹാർട്ട് ഉള്ളതാണ്. അതേസമയം ഞാൻ ചെയ്ത അജയ് കുര്യൻ എന്നുള്ള ക്യാരക്ടർ അത് ആണുങ്ങൾക്ക് എഗൻസ്റ്റ് ആയിട്ടെന്ന് പറയുന്നില്ല. അത് ആണുങ്ങളുടെ ആരും കാണാത്തൊരു ഫേസറ്റിനെ കാണിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പൊ ഇതെല്ലാം ഒരു ജോണ്ടിസ്ഡ് ആയി ഉള്ളത് കൊണ്ടായിരിക്കാം അത് വരുന്നത്. ഒരു വഴിയായി പല വഴിയായി ഇവിടെ ഒരു വഴി പൊൻപാതയോ, ഇവിടെ മറുവഴി മൺപാതയോ, അരുതേ പറയാ പലനാളുകളായി കഴിയാം മറയാം ഒരു നാൾ തെളിയാ. മലയാളത്തിൽ ഇടയ്ക്കെങ്കിലും ബിഗ് ബഡ്ജറ്റ് സിനിമകൾ വരുന്നു, താര സിനിമകൾ വരുന്നു, സന്തോഷ് പണ്ഡിറ്റിനെ പോലെ ചില പ്രവണതകൾ മലയാള സിനിമയിൽ വരുന്നു. അപ്പൊ നിലവിൽ എന്താണ് ഒരു മലയാള സിനിമാ സങ്കല്പം എന്താണ്? അതിൽ നിന്ന് മുരളിയുടെ ഒരു സിനിമാ സങ്കല്പം എങ്ങനെയാണ് വേറിട്ട് നിൽക്കുന്നത്? ഇപ്പോ ബിഗ് ബഡ്ജറ്റ് ഫിലിംസ് എന്ന് പറയുന്നത് താരനിമിഷമായ സിനിമകളാവണമെന്നില്ല. ഒരു സിനിമ അല്ലെങ്കിൽ ഒരു തീം, ഒരു സ്ക്രീൻ പ്ലേ ഡിമാൻഡ് ചെയ്യുന്ന ഒരു ബഡ്ജറ്റ് ഉണ്ട്. ആ ബഡ്ജറ്റിലേക്ക് വരുമ്പോഴാണ് ശരിക്കും ബിഗ് ബഡ്ജറ്റ് ഫിലിംസ് വരാനായിട്ടുള്ളത്. ഇപ്പൊ നമ്മളെ കൺഫ്യൂസ് ചെയ്യുന്നത് താരനിമിഷമായ ഒരു സിനിമയെ ബിഗ് ബഡ്ജറ്റ് സിനിമയായിട്ട് കൺഫ്യൂസ് ചെയ്യുന്നത്. ബിഗ് ബഡ്ജറ്റ് സിനിമ അതല്ല, അത് സ്റ്റാർ സ്റ്റഡഡ് മൂവി എന്ന് വേണമെന്ന് പറയാം. താരങ്ങളെക്കാൾ കണ്ടന്റിന് ഇമ്പോർട്ടൻസ് വരികയും ആ കണ്ടന്റ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു ബഡ്ജറ്റ് വരികയും ആ ബഡ്ജറ്റ് കൊടുക്കാൻ തയ്യാറാവുന്ന പ്രൊഡ്യൂസേഴ്സ് വരിക. അതാണ് ബിഗ് ബഡ്ജറ്റ് ഫിലിംസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സിനിമകൾക്ക് ഭയങ്കര പ്രസക്തിയുണ്ട്. ഇപ്പൊ നമ്മുടെ ചില സ്ക്രീനിലൂടെ ചില ഐഡിയാസ് ആലോചിക്കുമ്പോൾ ഇത്രയും രൂപയാകുമല്ലോ എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കുന്ന ഒരുപാട് ഐഡിയാസ് ഉണ്ട്. ഇതിനകത്ത് നിന്ന് ചെയ്യുന്ന ഐഡിയാസ് മതി എന്ന് പറയുന്ന ഒരു തോട്ടിന്റെ ഒരു കില്ലിങ് നടക്കുന്നുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ? നമുക്ക് എന്തായാലും ബിഗ് തോട്ട്സ് എന്തായാലും വരും. ബിഗ് തോട്ട്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് മൗണ്ട് ചെയ്യേണ്ട സിനിമകളുടെ തോട്ട്സ് വരും. അപ്പൊ നമ്മൾ ആദ്യമേ അതിനെ മാറ്റിവെക്കാനുള്ള ശ്രമം നടത്തുക. കാരണം നമ്മൾ വി ആർ നോട്ട് ഏബിൾ ടു ഡു ദാറ്റ് ഇപ്പോൾ. അതാണ് ബിഗ് ബഡ്ജറ്റ് ഫിലിംസ്. ആണ് ബിഗ് ബഡ്ജറ്റ് ഫിലിംസിന്റെ ഒരു കൾച്ചർ പാരലായിട്ട് വരണം എന്നാണ് എന്റെ അഭിപ്രായം. ഒരു സിനിമ ആസ്വാദനം എന്ന നിലയിലും ഒരു സ്ക്രീൻ പ്ലേ റൈറ്റർ എന്ന നിലയിലും ഈ രണ്ടും എല്ലാത്തരം സിനിമകളും വരണം എന്നാണ് എന്റെ അഭിപ്രായം. പിന്നെ സങ്കല്പം എന്ന് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്റെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ വളരെ സിൻസിയറായിട്ടും വളരെ ഫോക്കസ്ഡ് ആയിട്ടും ആളുകളിൽ എത്തിക്കുക എന്നതിലുപരി എനിക്ക് വേറൊരു സിനിമാ സങ്കല്പമായിട്ടില്ല.